ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ പുഷ്പങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ തലയിൽ വയ്ക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊക്കെ താഴേക്ക് വീണ്ടാണ്. അത് പാടില്ല. നമുക്ക് തലയിൽ മുടിക്ക് ഉള്ളില്ലെങ്കിൽ പൂ വയ്ക്കരുത്. പൂ വച്ച് കഴിഞ്ഞാൽ ആ പുഷ്പം എടുത്ത് ചവിട്ടാൻ പാടില്ല. അതൊരു കഥയുണ്ട്. ദുർവാസാവിന് ഒരാൾ ഒരു നല്ല പൂമാല കൊടുത്തു. സന്തോഷം കൊണ്ട് കൊടുത്ത ആരത്? നാരദൻ. നാരദ മനുഷ്യപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. പൂമാല കൊടുത്തു. ദുർവാസാവ് ചോദിച്ചു, ഈ സന്യാസി എനിക്കിതെന്തിനാ ഈ പൂമാലയുടെ ആവശ്യം എന്താ? അങ്ങനെ അദ്ദേഹം ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ എന്ത് വിചാരിച്ചു? ഓ, വീട്ടിൽ ചെന്ന് കുളിച്ച് സുന്ദരനായിട്ടൊക്കെ ഇടാം എന്ന് പറഞ്ഞ് ഐരാവതത്തിൻ്റെ പുറത്ത് വെച്ചു. ഐരാവതം വെളുത്താന പുറത്ത് വെച്ചു. ഇതിനെന്ത് ഈ പൂക്കൾ വെച്ചപ്പോൾ ഈച്ചകളൊക്കെ വരുന്ന കാരണം അതിന് ഭയങ്കരമായ കടിയുണ്ടായിട്ട് അതെന്ത് ചെയ്തു? അത് താഴേക്കിട്ട് ചവിട്ടിക്കൂട്ടി കളഞ്ഞു. ഇതാര് കണ്ടു? ദുർവാസാവ് തിരിച്ചു വരുമ്പോൾ കണ്ടു ഈ താൻ കൊടുത്ത പൂവെ ബലമതിക്കാതെ ചവിട്ടിക്കൂട്ടി. ഞാൻ ദുർവാസാവ് പെട്ടെന്ന് ശപിക്കുന്ന ആളാണല്ലോ. വേഗം ദുർവാസ ശപിച്ചു, നിനക്ക് സൗന്ദര്യം നോക്കിയിട്ടല്ലേ നീ വാർദ്ധക്യമായിപ്പെട്ടു. അങ്ങനെ ദേവന്മാരെല്ലാവരും വയസ്സന്മാരായി. വലിയ പ്രശ്നമായി, വയസ്സന്മാരായി. ഇത് കഥയാണേ, കഥയിൽ ചോദ്യമില്ല. വയസ്സന്മാരായി കഴിയപ്പോൾ എന്ത് ചെയ്യും? എല്ലാവർക്കും സങ്കടമായി. ഇത് എന്ത് ചെയ്യും? വേഗം മഹാവിഷ്ണു എടുത്തു. മഹാവിഷ്ണു പറഞ്ഞു, എന്താ ചെയ്യുക? പാലാഴി കടഞ്ഞാൽ കിട്ടുന്ന അമൃത് കഴിച്ചാൽ ചെറുപ്പാവും. പാലാഴി ആര് കടയും? വലിയൊരു സമുദ്രം ആര് കടയും? പാലാഴി കടയണമെങ്കിൽ മേരുപർവ്വതത്തെ കൊണ്ടുവന്ന് വാസുകിയെ കൊണ്ട് ചുറ്റി വേണം കടയണമെങ്കിൽ. വാസുകി എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ രാജാവ്, സർപ്പങ്ങളുടെ രാജാവാണ്. അങ്ങനെ ദേവന്മാർ എന്ന വിചാരിച്ച് നടക്കില്ല, അസുരന്മാരും വേണം. അങ്ങനെ അസുരന്മാരെ കൂട്ടുപിടിച്ച് നിങ്ങൾക്ക് പകുതി തരാമെന്ന് കൂട്ടുപിടിച്ച് അങ്ങനെ പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം വന്നതാണ് ജ്യേഷ്ഠാഭഗവതി. ആ ജ്യേഷ്ഠാഭഗവതി നശിപ്പിക്കുന്ന ആളാണ്. പിന്നീട് വന്നതാണ് ലക്ഷ്മി ദേവി. പിന്നെ കല്ലുപ്പ്. അതുകൊണ്ടാണ് കല്ലുപ്പിന് ഇത്ര പ്രാധാന്യം. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ അമൃത് കൊണ്ടുവന്നു, അമൃത് എല്ലാവരും കഴിച്ചു. അതിനിടയ്ക്ക് അമൃത് കട്ടുകൊണ്ടുപോയി ഒരു അസുരനെടുത്തുകൊണ്ടുപോയി. അസുരനെടുത്തുകൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അസുരൻ കണ്ട് കുറച്ച് കഴിച്ചു. എന്നെ കൊണ്ടുപോയപ്പോഴേക്കും അത് മുഴുവൻ കഴിക്കുന്നതിന് മുമ്പായിട്ട് മഹാവിഷ്ണു മോഹിനി വേഷത്തിൽ പോയി ആ അമൃത് തിരിച്ചു കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ മോഹിനി വേഷം കഴിഞ്ഞപ്പോൾ മഹാദേവന് തോന്നി, ഇതെന്താ നീ വേഷം കിട്ടിയെന്ന് വെച്ചപ്പോൾ ഞാൻ മോഹിനി വേഷം കിട്ടിയിരുന്നു. ആ മോഹിനി വേഷം കണ്ട് ഭയങ്കരമായ ആകത. അങ്ങനെയാണ് അയ്യപ്പസ്വാമി ജനിച്ചതെന്നാണ് പറയുന്നത്, പുരാണമാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കഥയിൽ ചുരുക്കം എന്താണ്? ക്ഷേത്രത്തിൽ നിന്ന് ആര് തന്ന പൂവായാലും നിലത്തിട്ട് ചവിട്ടരുത്. ഭഗവാന് ചാർത്തിയ പൂരിക്കലും നിലത്തിട്ട് ചവിട്ടരുത്. അപ്പോൾ ഭഗവാന്മാർക്ക് പോലും, അതായത് ദേവന്മാർക്ക് പോലും വാർദ്ധക്യമായി ജരാനരകൾ വന്നു. അപ്പോൾ പിന്നെ നമ്മൾക്കോ അത് ശാപം കിട്ടും. അതുകൊണ്ട് പുഷ്പങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ചൂടുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ചവിട്ടാതെ എടുത്തിടുക. കാരണം തലയിൽ നിന്ന് വീണ പൂവ് ചവിട്ടിയാൽ അത് വളരെയധികം ദോഷം. പ്രത്യേകിച്ച് കൂവളത്തല, തുളസിയിലൊക്കെ ചവിട്ടിയാൽ ഭയങ്കരമായ പാപം.